ഹലോ, കുറച്ചായപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. ഏതായാലും അടുത്ത ഫിഷിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ടാക്കിൾസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫിഷിംഗ് റോഡ് ഇപ്പോൾ വാങ്ങിയത് ലഗുണ എക്സ്. അത് 6.5 അടിയുടെ മീഡിയം പവർ റോഡാണ്, വെയിറ്റ് കാസ്റ്റിംഗ് റോഡ് കേട്ടോ. അപ്പം ഈ ഒരു സാധനത്തിന് പെയർ ചെയ്യുന്നത് എന്താണെന്ന് റീൽ ചെയ്താണ്. ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാധനം വാങ്ങി. ഷിമാനോ ക്യുറാഡോ DC കേട്ടോ. ഏതായാലും ആ സാധനം നമ്മൾ വാങ്ങിയിരിക്കുന്നു. ഇനി ഇത് വെച്ചുള്ള ഫിഷിംഗ് വീഡിയോസ് കാണട്ടോ. നിങ്ങൾക്ക് മീൻ കിട്ടിയാൽ മതിയായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഒരു അൾട്രാലൈറ്റ് റീലും കൂടെ വാങ്ങിയിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ അൾട്രാലൈറ്റ് റീൽ കേട്ടോ. ഷിമാനോ നാസി 500. ഇതാ ചെറിയൊരു സാധനം നമ്മുടെ കയ്യിൽ, ചെറിയൊരു റീലും കുട്ടി. ഓക്കെ, ഇത് വെച്ചുള്ള ഫിഷിങ്ങൊക്കെ ആയിരിക്കും ഇനി. ഇതിന് ഈ രണ്ട് റീൽസിനും ഉള്ള ബ്രൈഡ് ഞാൻ ഇപ്പോൾ വാങ്ങിയത് ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ YGKൻ്റെ എക്സ്ബ്രൈഡ് 30 LB 150 മീറ്റർ ഉണ്ട്. എനിക്ക് അറിയില്ല എത്രത്തോളം ലൈന് നമ്മളെ ക്യുറാഡോ DCയിൽ പോകുന്നുണ്ട്. ഏതായാലും അത് നോക്കണം. ക്യുറാഡോ DCയിൽ എത്രത്തോളം ഈ ഒരു ലൈന് പോകുന്നുള്ളത് നമുക്ക് നോക്കണം. എത്ര ആണെന്ന് കാണിക്കുന്നില്ല. ഏതായാലും ഇതാ ചാർട്ടേഴ്സ് കളറിലാണ് വരുന്നത്, ഒരു കിളിപ്പച്ച കളർ കാണിച്ചു തരാം. ഈ ഒരു കളറിലാണ് ബ്രൈഡ് ലൈന് വരുന്നത്. നമ്മൾ ക്യുറാഡോ DC ആയിട്ട് സെറ്റാക്കും. പിന്നെ ഇതാ സൺലൈൻ സിഗ്ലോൺ PAMG എന്ന് പറഞ്ഞൊരു 8X ബ്രൈഡ്. ഇത് വെറും 6 LB ഉള്ളൂ കേട്ടോ. 6 LB എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർ നമ്മളിവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. വളരെ തിന്നായിട്ടുള്ളൊരു ബ്രൈഡാണ്. 0.12 mm ആണ്. പക്ഷെ നമ്മളെ നോർമൽ ഞാൻ 0.10 mm ബ്രൈഡ് ഉപയോഗിച്ചിട്ട് അതെനിക്ക് ഇത്രയും തിന്നായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാണുന്നുണ്ടോയെന്നല്ല, അത്രയും തിന്ന ഒരു മുടിയുടെ അത്ര കൊള്ളു. ഏതായാലും ഇതൊരു ഓറഞ്ച് കളറിലാണ്. അപ്പോൾ ഇത് നമ്മളെ നാസിയായിട്ട് സെറ്റാക്കണം. ഓക്കെ, പിന്നെ പറയാൻ പറ്റിയൊരു കാര്യം, ഈ ലഗൂണ പറഞ്ഞില്ല. ഓക്കെ, ദൈവയുടെ ലഗുണ എക്സ് എന്ന് പറഞ്ഞ ഈ റോഡുണ്ടല്ലോ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് ആക്ച്വലി മീഡിയം ഹെവി ആയിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് മീഡിയമാണ്. ഇപ്പോൾ ഈ സാധനം ഏതായാലും അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാധനം ഇനി റിട്ടേൺ അയച്ച് പുതിയ സാധനം കിട്ടി വരുമ്പോഴേക്ക് ഏകദേശം എൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഈ റോഡ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. മേ ബി ചിലപ്പോൾ ഒരു മീഡിയം ഹെവി റോഡ് വേറെ എടുക്കും. അത്രയാണ്. ലുത്ത് ഹായ് പറയടാ. പിന്നെ അതുപോലെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ ക്യാപ്ലോഡേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്കംഫ്രോഗ് ഞാൻ മുമ്പ് ഉപയോഗിക്കുന്ന ഒരു ഇതായിരുന്നു. ഇത് ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന ഒരു സ്കംഫ്രോഗായിരുന്നു. കുറേ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ട്രോഫി എഡിഷനാണ്. ഇത് സ്കംഫ്രോഗിൻ്റെ ലൗഞ്ച് സീരീസ് എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ ഒരു ക്ലാസിക് ഒരു മോഡലാണ് സ്കംഫ്രോഗിന് പറഞ്ഞിട്ടുള്ള. പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അൾട്രാലൈറ്റ് യൂസ് ചെയ്യുന്നൊരു ഗ്രബ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അത് ട്വിൻ ടൈലാണ് വരുന്നത്. ആക്ച്വലി 2 ടൈൽസ് വരുന്നുണ്ട്. ഇത് വെച്ച് നമ്മൾ കുറച്ച്
പിന്നെ അതുപോലെ കലുവക്കോരൊക്കെ പിടിച്ച വീഡിയോസ് ഉണ്ട്. പിന്നെ നമ്മൾ പുഴയിൽ ഉപയോഗിക്കാൻ ഒരു ലൂക്കാനയുടെ സ്പൂൺ ലൂർ വാങ്ങിയിട്ടുണ്ട്, ഒരു 28 ഗ്രാം. അതുപോലെ നമ്മൾ ക്യാബ് റോഡേഴ്സ് വാങ്ങിയപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു ലൂർ ബോക്സാണ് ഇത്. മേഹോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ചെറിയ ലൂർ ബോക്സ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള ദിവസം കുറച്ച് അടിപൊളി വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിക്കാം. ഓക്കെ, ബൈ ബൈ.